ഇവരെന്താണ് പറയുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാ വെള്ളപ്പൊക്കത്തിനും ആ ശിവക്ഷേത്രം അവിടെ ആ ശിവരാത്രി മുങ്ങുന്നതാണ്. ഒരു രക്ഷയില്ല. അതൊക്കെ എനിക്കിങ്ങനെ അറിയുന്നുണ്ട്. പണ്ടത്തെ ഒരു മണ്ടന്മാരുടെ വിശ്വാസങ്ങളാണ്. മണ്ടന്മാരുടെ വിശ്വാസത്തിന്റെ തുടർച്ചയിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ തുമ്പയിൽ റോക്കറ്റ് വിടുമ്പോൾ ചാലക്കമ്പോളത്തിൽ തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നതിന്റെ കാരണം അതാണ്. അല്ലെങ്കിൽ തിരുപ്പതിയിലേക്ക് റോക്കറ്റിന്റെ മോഡലുമായി നമ്മുടെ ISROന്റെ ചെയർമാൻ പരക്കം പായുന്നത് അദ്ദേഹത്തിന് ശാസ്ത്രജ്ഞാനം ഇല്ലാഞ്ഞിട്ടല്ല. ശാസ്ത്രജ്ഞാനമുണ്ട്, പക്ഷേ ശാസ്ത്രീയമായ മനോവൃത്തി ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയും. ഭൂമിയിൽ എന്തെങ്കിലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്വർഗത്തിൽ ചെന്നിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്കാ ചെയ്യാനാണ് പറ്റുന്നത്? ഇത്രയും പഠിപ്പും ലോകവിവരവുമുള്ള ഇവർ 3 പേരും എന്തുകൊണ്ടാണ് ലോകത്ത് 80% ആൾക്കാർ ഏതെങ്കിലും ഒരു തരത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തെ തള്ളിപ്പറയുന്നത്? അത് അവർക്ക് ദൈവത്തെപ്പറ്റി കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കുമോ? ഏതായാലും ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് ഏത് യുക്തിവാദിക്കും ദൈവത്തെപ്പറ്റി കൃത്യമായ ഒരു ഐഡിയ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.